സഹോദരങ്ങളെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. കേരളത്തിൽ നിന്നാണ്. കുറച്ച് ദിവസങ്ങളായി നമുക്ക് എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ജെറമ്യായ പ്രവചനം 17-ാം അധ്യായം 5 മുതലുള്ള മനോഹരങ്ങളായ തിരുവചനങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുകയാണ്, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ആശ്രയിക്കുന്ന തെറ്റുകളാണ് എല്ലാവരും ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ ജിമ്മാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സിക്സ് പാക്ക് ആണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഡയറ്റാണെന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ എനിക്ക് രാഷ്ട്രീയക്കാരുണ്ട്, എനിക്ക് പല സ്ഥലങ്ങളിൽ പിടിപാടുണ്ടെന്നൊക്കെ പറഞ്ഞ് ദൈവം വേണ്ട, ദൈവം വലിയ കാര്യമല്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ സ്വന്തം തടിമിടുക്കിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതമാണെങ്കിൽ അതൊരു ശപിക്കപ്പെട്ട ജീവിതമാണ്. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് എന്ന് വചനം പറയുകയാണ്. അവൻ മരുഭൂമിയിലെ വരണ്ട ഒരു നിലത്ത് വസിക്കുന്ന അപ്രകാരമുള്ള ഒരു ശുഷ്കിച്ച ജീവിതത്തിൻ്റെ ഉടമയാണ്. എന്നാൽ തുടർന്നുള്ള വചനം പറയുകയാണ്, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അവനേറെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം അവൻ്റെ പ്രത്യാശ ദൈവം തന്നെയാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. കാരണം അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. അതിന് വരൾച്ചയുടെ കാലത്തും ഉത്കണ്ഠയില്ല. അത് എന്നും ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മൾ വേദനകളിലൂടെ കടന്നു പോകാം, രോഗങ്ങളിലൂടെ കടന്നു പോകാം, പ്രതിസന്ധികളുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കർത്താവ് നിന്റെ പ്രത്യാശയാണെങ്കിൽ നീ എന്നും ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. നിന്റെ ജീവിതം അനുഗ്രഹദായകമായി മാറും. നീ അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ ഉടമയായി മാറും. അങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ജീവിതം നയിക്കാൻ നമ്മളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ മേഖലകളിലും കർത്താവ് പ്രത്യാശയായി മാറട്ടെ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.